वासुदेवाय। ओम श्री कृष्ण परमात्मने नमः। श्री कृष्ण गाथा पारायणം 15ാമത്തെ ദിവസം. ഓം തത്സത്. കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ. നീരാ തന്നോടെ പുഞ്ചിരിയായൊരു ചന്ദ്രികയിൽ പരക്കയായേ പാലാഴി വെള്ളത്തിൽ മുങ്ങി നിന്നിടുന്ന നീയാപമായൊരു ശൈലം പോലെ മേവി നിന്നിടുന്ന ദിവസം തന്നെ ഞാൻ കൈവണങ്ങിടുന്നേ കാത്തുകൊള്ളുവാൻ വാട്ടുവാൻ നിന്നിടുമെൻ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. 15ാം ദിവസത്തെ പാരായണം ഗോപികാദുഃഖം. ഓം തത്സത്. തന്മദനഗീന കാന്തനും താനുമായി മന്മദ കുതീനാണഞ്ഞു ചെമ്മേ മൂലക്കച്ച കാജിയിലഴിക്കുമ്പോൾ കോലക്കൂടൽ കേട്ടു പാഞ്ഞാൾ പീഡിക കൈകൊണ്ടു വിടൻമുഖം തന്നെ തേടിക്കൊടുപ്പാൻ തുടങ്ങും നേരം ചാടിക്കളഞ്ഞോടൻ ചാലപ്പൂറപ്പേട്ടം ഓടിത്തുടങ്ങിനാൾ മറ്റൊരുത്തി. അങ്കദൻ തന്നോടെ സങ്കരം തങ്ങൾക്കു സംഗമിച്ചങ്ങൂടൻ നിന്ന നേരം ഭംഗികലർന്നൊരു പാട്ടിനെ കേട്ടവൾ അങ്ങനെ മണ്ടിനാളങ്ങു നോക്കി. കാന്തന്മാരുള്ളിലെ ഭ്രാന്തിന്മാരുന്നേരം തോന്നിയില്ലേ. ജനങ്ങളും ജനങ്ങളും ഓതിനാൾ പോകല്ല എന്നു തന്നെ ബന്ധുക്കളായുള്ള മറ്റുള്ള ലോകരും എന്തി തുടങ്ങുന്നതെന്നു ചൊല്ലി ചാരത്തു ചെന്നാരിമാ പൊക്കിനെ നേരെ തടുത്തങ്ങു നിന്നാരപ്പോൾ ആക്കുമൊരുവർക്കും പോക്കു തടുപ്പാനാൽ ഉക്കുകൂലം വീര എന്നേ വേണ്ടു. പോക്കു തടുക്കുന്ന ബന്ധുക്കളെക്കാളും ഉക്കനല്ലോ അങ്ങു നിന്നവൻ താൻ. പാട്ടമാകുന്നൊരു കാട്ടുമരങ്ങളെ പാട്ടിനെ കേൾക്കയാലങ്ങു നോക്കി. പാഞ്ഞു ചൊരിഞ്ഞൊരു നൽവഴി പോയി പാഞ്ഞു തുടങ്ങിയ പാൽമൊഴിമാർ പ്രേമം തഴക്കയാൽ മെയ്യിലിരുന്നൊരു രോമാഞ്ച കഞ്ചുക മാണ്ടു ചെമ്മേ തേന്തുള്ളി ജാലങ്ങൾ സരോരുഹമെന്ന പോലെ ശ്വേതമിയെന്നുള്ളോരോമൽ മുഖം തന്നെ തൂമകാലന്നൊരു കാന്തിയുമായി. ഓം ശ്രീകൃഷ്ണായ നമഃ. ചെന്തളി പോലെ ചുവന്നു പാദത്തങ്ങു ചന്തവി എന്നുള്ള പാദങ്ങളും ഞാൻ മുൻപിൽ എന്നങ്ങു തങ്ങൾ ആത്മതിരണ്ടങ്ങു പേശുകയാൽ കൂർത്തു ചമഞ്ഞു